വെറുതെ ഇരിക്കുമ്പോഴും വിശക്കും, അല്ലാത്തപ്പോഴും വിശക്കും. വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും വീട്ടിലുള്ള ആൾക്കാരുടെ അടുത്ത് നമ്മൾ പറയുമല്ലോ വിശക്കണമെന്ന്. അപ്പം ഞാൻ എൻ്റെ മാതാശ്രീയുടെ അടുത്ത് പറയും, അമ്മച്ചേ വിശക്കണമ്മ. അപ്പം അമ്മ പറയും ചോറുണ്ട് കഴിച്ചോ. ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ചോറ് കഴിക്കാൻ വേണ്ടല്ല വിശക്കണേ. ഇക്ക് വല്ല മുട്ട ബജിയോ കേക്കോ ഐസ്ക്രീമോ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയാണ് എനിക്ക് വിശക്കുന്നത്. എനിക്കെന്തോ കേരള റൈസ് കഴിക്കാൻ വേണ്ടി വിശക്കാറില്ല. അപ്പോൾ ഈ അവസ്ഥ ആരും മനസ്സിലാക്കണില്ല. അവസാനം ഇപ്പം ഞാൻ മാത്രമാണല്ലോ മനസ്സിലാക്കിയത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു, എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണമല്ലോ. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അടുക്കളയിൽ കയറി. എന്നിട്ട് വിചാരിച്ചു എന്തെങ്കിലും ഉണ്ടാക്കാം. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ സാധനമാണ് ഈ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ്. ഞാൻ കഴിച്ചു ഗൈസ്, അടിപൊളി ഫ്രൈഡ് റൈസ്. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല കേട്ടോ, ഞാൻ എൻ്റെ ലൈഫിൽ ഇത്ര അടിപൊളിയായിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടില്ല. എന്ത് ചെയ്യുക, എനിക്ക് ഭയങ്കര കൈപ്പുണ്യമായി പോയി. അടിപൊളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി ഫ്രൈഡ് റൈസ്. സാധാരണ എല്ലാവരും ഉണ്ടാക്കണ പോലെ തന്നെ ഞാൻ ഉണ്ടാക്കിയത്. ഒരു ഓവർ മസാല ഇല്ല കേട്ടോ, അങ്ങനെ ഭയങ്കര പ്ലെയിൻ ഒരു സാധനം.